കൽപ്പറ്റ നഗരസഭയിൽ യു.ഡി.എഫിന് അപ്രതീക്ഷിത തിരിച്ചടി. നഗരസഭാ ചെയർമാനായി പരിഗണിക്കാനിരുന്ന ടി.വി. രവീന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. നഗരസഭാ സെക്രട്ടറിയായി ഇരിക്കെ ഉണ്ടായ ബാധ്യത തീർത്തില്ല എന്നതാണ് ആരോപണം. ജോഷില ചേരുന്നുണ്ട്. ജോഷില, നഗരസഭയിലെ 23-ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധനയിലാണ് ഇത്തരമൊരു വിവരം കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. സിന്ധൂരി, നഗരസഭാ സെക്രട്ടറി ആയിരുന്ന ടി.വി. രവീന്ദ്രൻ ആണ് യു.ഡി.എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി, നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനിരുന്ന ആളാണ് ടി.വി. രവീന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ പത്രികയാണ്, നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരിക്കുന്നത്. നേരത്തെ നഗരസഭാ സെക്രട്ടറി ആയിരുന്നപ്പോൾ 3 ലക്ഷം രൂപയുടെ അഴിമതി നടത്തി. ഇത് നഗരസഭ തന്നെ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് പ്രകാരം 3 ലക്ഷം രൂപ തിരിച്ചടക്കേണ്ട ഇതുണ്ടായിരുന്നു. എന്നാൽ ഈ ബാധ്യത തീർത്തില്ല എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം ചലഞ്ച് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് ഇത്തരത്തിൽ 3 ലക്ഷം രൂപ തിരിച്ചടച്ചില്ല എന്നുള്ള കാരണം കൃത്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. പകരം വിദ്യാഭ്യാസ വകുപ്പിലെ റിട്ടയർഡ് സീനിയർ സൂപ്രണ്ടായ CS പ്രഭാകരനാണ് ഇപ്പോൾ പകരം സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. 23-ാം വാർഡ്, അതായത് വെള്ളാരംകുന്ന് വാർഡ് സ്ഥാനാർത്ഥിയായിരുന്നു ടി.വി. രവീന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. നേരത്തെ നഗരസഭാ സെക്രട്ടറി ആയിരിക്കെ ഇടതുപക്ഷം തന്നെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നു. ഇതൊക്കെ വെച്ച് ചലഞ്ച് ചെയ്തിരുന്നു. എന്നാൽ ഈ 3 ലക്ഷം രൂപ ബാധ്യതയായി നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചിരുന്നു. ഈ ബാധ്യത അടച്ചു തീർത്തില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നത്. ഇത് യു.ഡി.എഫിന്റെ, പ്രത്യേകിച്ച് കൽപ്പറ്റയിലെ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ, യു.ഡി.എഫിന്റെ ഒരു മുഖച്ഛായക്ക് തന്നെ വലിയ കോട്ടം തട്ടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരി ജോഷില, കൽപ്പറ്റ നഗരസഭയിലാണ് യു.ഡി.എഫിന് ഇപ്പോൾ ഈ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ജോഷിലയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.